മധ്യേഷ്യൻ സംഘർഷം 22ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അയൽ രാജ്യങ്ങളോട് ഇസ്ലാമിക ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയൻ. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഇസ്രായേൽ നേട്ടം കൊയ്യുകയാണ് എന്നതാണ് ഇസ്ലാമിക രാജ്യങ്ങളോട് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇറാനിലെ പാഴ്സ് പ്രകൃതിവാതക പാടത്തിനും അതേപോലെ മറ്റ് ആണവ നിലയത്തിനും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ തന്നെ മേഖലയിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാരായ ഇസ്ലാമിക രാജ്യങ്ങളെ, നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളുമായി ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഇതാണ് അദ്ദേഹം ഈ ഒരു സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രീതി നേടുന്നതിനായി ആ ഒരു വചനങ്ങളിലൂടെ അതിന്റെ ശക്തിയും ഐക്യവും കൈവരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈദ് ദിനത്തോടനുബന്ധിച്ച് തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച സന്ദേശത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അയൽ രാജ്യങ്ങളുമായി തങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല എന്നും ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള ഭിന്നതയുടെ ഏക ഗുണഭോക്താവ് ഇസ്രായേൽ മാത്രമാണ് എന്നതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി സൗദി അറേബ്യയിലെ എണ്ണ കമ്പനിയായ അരാംകോയുടെ റിഫൈനറിക്ക് നേരെയും ഖത്തറിലെയും UAE-യിലെയും എല്ലാം ആ ഒരു വാതക നിലയങ്ങൾക്ക് നേരെയും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ നടത്തിയിരുന്നു. ഈ മാസം ആദ്യം അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൽ പെസൻഷ്കിയൻ മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ പോലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ആക്രമണങ്ങൾക്ക് നേരെ സ്വയം പ്രതിരോധിക്കാൻ ഇറാൻ അവകാശമുണ്ട് എന്നാണ് പിന്നീട് വ്യക്തമാക്കിയത്. തങ്ങളുടെ രാജ്യത്തിനെതിരായ ആക്രമണങ്ങളുടെ ഉറവിടമായ കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യവെക്കുന്നതെന്ന് മാത്രമായിരുന്നു വ്യക്തമാക്കിയതും. അതേസമയം ഫെബ്രുവരി 28-ന് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയും വധിച്ചുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തെ തുടർന്നുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിലവിലെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് പകരമായി തന്നെ ഇറാൻ ഇസ്രായേൽ നഗരങ്ങളെയും ഗൾഫ് രാജ്യങ്ങളെയും US താവളങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് വൻതോതിലുള്ള ആക്രമണങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും ഇറാന്റെ പ്രധാന ലക്ഷ്യമായി തന്നെ മാറുകയും ചെയ്തു. യുദ്ധത്തിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തടസ്സപ്പെടുത്തുകയായിരുന്നു. ലോകത്തിന്റെ ക്രൂഡ് ഓയിൽ അതേപോലെ മറ്റ് പ്രകൃതിവാതകം എന്നിവയുടെ ഷിപ്പിംഗിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. ഹോർമൂസിലെ തടസ്സം ആഗോള തലത്തിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്ന ഭീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.